ഇളയ ദളപതി വിജയുടെ 50-ാം പിറന്നാൾ ആഘോഷത്തിന് തമിഴകം ഒരുങ്ങി. നാളെ 50-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന വിജയ്ക്കായി വ്യത്യസ്ത ആഘോഷ പരിപാടികളാണ് ആരാധകർ തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഒരുക്കിയിരിക്കുന്നത്. തമിഴകം വെട്രി കഴകം എന്ന പേരിൽ ഫെബ്രുവരിയിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അടുത്ത സിനിമയോടുകൂടി അഭിനയം പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്ത ശേഷം എത്തുന്ന പിറന്നാളിന് ഏറെ രാഷ്ട്രീയ മാനം കൽപ്പിക്കുന്നവരുണ്ട്. വിജയുടെ പിറന്നാൾ ദിവസം പാർട്ടി കൊടി ഉയർത്തും എന്നാണ് കരുതുന്നത്. സിനിമയിൽ എന്ന പോലെ രാഷ്ട്രീയത്തിലും തിളങ്ങാൻ വിജയ്ക്ക് കഴിയുമെന്നാണ് ആരാധകരുടെ വിശ്വാസം. തമിഴകത്ത് സിനിമയും രാഷ്ട്രീയവും എന്നും പരസ്പര പൂരകങ്ങളാണ്. MGR മുതൽ ശിവാജി ഗണേശൻ വരെയും ജയലളിത മുതൽ രാധിക വരെയും സിനിമയും രാഷ്ട്രീയവും ഇഴുകിച്ചേർന്നിരിക്കുന്നു. MGRനെ പോലെ രാഷ്ട്രീയത്തിലും സൂപ്പർ നായകനാകാൻ വിജയ്ക്ക് കഴിയുമോ എന്നാണ് തമിഴകം ഉറ്റുനോക്കുന്നത്. പരിഹാസങ്ങൾ, തോൽവികൾ, അപമാനങ്ങൾ അതെല്ലാം അതിജീവിച്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള നടനായി മാറിയതാണ് വിജയുടെ സിനിമാ ജീവിത ചരിത്രം. സംവിധായകൻ SA ചന്ദ്രശേഖറിൻ്റെയും ഗായിക ശോഭയുടെയും മകനായി 1974 ജൂൺ 22-നായിരുന്നു വിജയുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ വിജയെ സിനിമയിൽ അഭിനയിപ്പിക്കുവാൻ അച്ഛൻ ചന്ദ്രശേഖർ തീരുമാനിച്ചു. അങ്ങനെ 1984 പുറത്തിറങ്ങിയ വെട്രി എന്ന സിനിമയിലൂടെ 10-ാം വയസ്സിലാണ് വിജയ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 18-ാം വയസ്സിൽ നായകനായും അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ ആ സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുവെങ്കിലും നിരൂപകർക്കിടയിൽ വിമർശനം നേരിട്ടു. 1994 പുറത്തിറങ്ങിയ പൂവേ ഉനക്കാകെ എന്ന ചിത്രം വിജയുടെ ജീവിതത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റായി. അതിനുശേഷം ഖുഷി, പ്രിയമാനവളെ, ഷാജഹാൻ, ഭഗവതി, ബാന്ദ്ര, യൂത്ത്, തുള്ളാത മനവും തുള്ളും അങ്ങനെ തുടങ്ങിയ ചിത്രങ്ങൾക്ക് കേരളത്തിലും വൻ ജനപ്രീതി ലഭിച്ചു. അന്നു മുതൽ ഇന്ന് വരെ വിജയിൻ്റെ എല്ലാ സിനിമകൾക്കും കേരളത്തിലും വൻ ആരാധകരെ സൃഷ്ടിച്ചു. 50-ാം വയസ്സിൻ്റെ പൊൻതിളക്കത്തിൽ എത്തി നിൽക്കുന്ന ഇളയ ദളപതി വിജയ്ക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പേരിൽ വിജയ് ന്യൂസിൻ്റെ പിറന്നാൾ ആശംസകൾ.